മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനുവരി 23 സുവിശേഷ ഭാഗം നൽകപ്പെട്ടിരിക്കുന്നത് മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പസ്തലന്മാരെ യേശു വിളിക്കുകയാണ്. നമ്മളൊന്ന് ആ വചനത്തിലേക്കൊന്ന് കടന്നു വരിക. സാധാരണപരമായ ഒരു ജീവിതത്തിൽ നിന്ന് ഈശോ സമതലത്തിൽ നിന്ന് മലമുകളിലേക്ക് കയറി തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നു. സാധാരണപരമായ ഒരു ജീവിതമല്ല യേശു തന്റെ ശിഷ്യന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മലമുകളിലേക്ക്, ഉയർന്ന ഒരു ദൈവിക അനുഭവത്തിലേക്ക് യേശുവിന്റെ ശിഷ്യന്മാർ കടന്നു വരണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനല്ല. അപ്പോൾ നമ്മൾ പറയും, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാ നമുക്കിങ്ങനെ ചെയ്തുകൂടാ? പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നില്ലേ, ഭൂരിപക്ഷത്തോട് ചേർന്ന തിന്മ ചെയ്യരുത് എന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെട്ടു വരുമ്പോ പലതും നമ്മളിങ്ങനെ വേണ്ട എന്ന് വെക്കേണ്ടി വരും. ഉദാഹരണത്തിന്, ഗർഭിണിയായ ഒരു സ്ത്രീയോട് നമ്മൾ പറയാറില്ലേ, അവളുടെ ജീവിതത്തിൽ അവൾ പലതും ഉപേക്ഷിക്കും, ഇഷ്ടമുള്ളത്. അതോടൊപ്പം തന്നെ അവൾ മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ചാടാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല. കാരണം അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട്. യേശു നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് സാധാരണപരമായ ഒരു ജീവിതത്തിൽ നിന്ന് മലയുടെ മുകളിൽ കയറി തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത്. എന്തിനു വേണ്ടി? അവനോടൊപ്പമായിരിക്കാൻ. അവനെ അവർ വിളിച്ചു, അവർ അവന്റെ അടുക്കിലേക്ക് വന്നു. അവനോടൊപ്പമായിരിക്കാനും പ്രസംഗിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും വേണ്ടി ഉള്ള അധികാരം യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. കൂടെയായിരിക്കുക, ഈശോയുടെ കൂടെയായിരിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 14 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ, മുന്തിരിച്ചെടി താഴ്ചെടിയോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുമെന്ന്. ഈശോയുടെ കൂടെയായിരിക്കുമ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് സിമ്മിട്ട് ഇന്റർനെറ്റ് കണക്ട് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ. പ്രാർത്ഥനയിലൂടെ ഈശോയുമായിട്ട് ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവിടെ നമ്മളെ വിളിച്ചത് കൂടെയായിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവൻ്റെ ഒപ്പമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവനോട് കൂടെയായിരിക്കുമ്പോൾ, അവൻ നമ്മളിലേക്ക് ആകുമ്പോൾ പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള വലിയ ദൈവികമായ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് വിളിക്കുന്നത് അയക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി അയക്കാൻ? പുതിയ വിശേഷം ജനത്തെ അറിയിക്കാൻ. പുതുവിശേഷം, സുവിശേഷം, യേശു രക്ഷകൻ എന്ന വാർത്ത, ഈ ദൈവം സ്നേഹമാണെന്ന വാർത്ത, എന്റെയും നിന്റെയും പാപത്തിനു വേണ്ടി ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു, പീഡകൾ അനുഭവിച്ചു, മരിച്ചു, അടക്ക ചെയ്തു, ഉയർത്തെഴുന്നേറ്റു, പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നുവെന്നും അവൻ വീണ്ടും വരുമെന്ന വലിയ വാർത്ത അറിയിക്കുവാൻ വേണ്ടി നമ്മളെ അവിടുന്ന് വിളിച്ചിരിക്കുന്നു. ആ ഒരു തിരിച്ചറിവോടുകൂടെ ഇന്നിന്റെ അനുഗ്രഹങ്ങൾ, ഇന്നിന്റെ കൃപ നമുക്കേവർക്കും ഉണ്ടാകട്ടെ. ആമേൻ.